അമേരിക്കയുടെ വിരട്ടിൽ നിന്നും കീഴടങ്ങാൻ ഇന്ത്യ തയ്യാറല്ല. മാത്രമല്ല, അമേരിക്ക മുറുകും തോറും അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രു രാജ്യങ്ങളായ റഷ്യയോടും ചൈനയോടും അടുപ്പം കാണിക്കുമെന്ന് നരേന്ദ്രമോദി നിർഭയം പറയുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ പ്ലാൻ, അമേരിക്കയുടെ പ്ലാൻ പരാജയപ്പെടുകയാണ്. അമേരിക്ക വെറുതെ നോക്കിയിരിക്കുമോ? നേരത്തെ അമേരിക്കക്കെതിരെ നിലപാടെടുത്ത എല്ലാ രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്താൻ, അവിടുത്തെ സർക്കാരുകളെ മാറ്റി പാവ സർക്കാരുകളെ കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ അതേ സാഹചര്യമാണ്. ഇന്ത്യ വകവയ്ക്കുന്നില്ല, കോസുന്നില്ല. എന്നെ ഒന്നും മോദി വിളിക്കുന്നില്ല എന്ന് പോലും ട്രംപ് പറഞ്ഞു. വിളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. മാത്രമല്ല, ചൈനയ്ക്ക് പോകും. ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. രാജ്നാഥ് സിംഗിനെ അമേരിക്കയ്ക്ക് വിടുന്നില്ല. നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ വെച്ചിരിക്കുന്ന F-35 ട്രംപ് ഇങ്ങോട്ട് ഫെബ്രുവരിയിൽ വാഗ്ദാനം ചെയ്ത വാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മോദി സർക്കാരിനെ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെ, സോറോസിൻ്റെ ഡീപ് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യമായിരുന്നു. ഡീപ് സ്റ്റേറ്റിനെതിരാണ് ട്രംപ് വന്നത്. പക്ഷേ ഡീപ് സ്റ്റേറ്റിൻ്റെയും ട്രംപിൻ്റെയും ലക്ഷ്യം ഒന്നായിട്ട് മാറുക. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണോ രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാൻ, തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വ്യാജം പറഞ്ഞ് ജനങ്ങളെ കുത്തിയിളക്കാനുള്ള ശ്രമം നടത്തുന്നത്? അതായത് സുനിൽ ഇപ്പോൾ പറഞ്ഞത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി സോറോസിന്റെ ഡീപ് എസ്റ്റേറ്റിൽ നിന്ന് മാറിയിട്ട് ട്രംപിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് മാറുമെന്ന്. അതോ സോറോസും ട്രംപും ഒന്നാവുകയാണോ? അങ്ങനെ ഒരു സംശയം പലരും പറയുന്നുണ്ട്. സോറോസും ട്രംപും ഒന്നാവുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇത് അമേരിക്കയെ അപകടത്തിൽ കൊണ്ട് ചാടിക്കും എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മരുന്നിൻ്റെ കാര്യത്തിൽ 250% തീരുവ. ഉദാഹരണത്തിന് അല്ല, ഇപ്പോൾ 0 തീരുവയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു ടേബിൾ വന്നപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ 0 താരിഫ് എന്ന് കാണാം. ഞാൻ അതിൻ്റെ അല്ല പറഞ്ഞത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സ്മാർട്ട് ഫോണുകൾ, ഇങ്ങനത്തെ 2-3 കാര്യത്തിൻ്റെ അകത്ത് തീരുവയില്ല, 0%. അതിപ്പോ പക്ഷെ CNBC TV-യുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ 4 ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞു മരുന്നിന് 250% ചുമത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒപ്പിട്ട് വന്നിട്ടില്ല. ഇല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വരികയാണ്. ഈ കൊല്ലം ആവുമ്പോഴേക്കും 150%, ആത്യന്തികമായിട്ട് 250%. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം എടുത്തിട്ട് ഞാൻ പറയാം. അങ്ങനെ 250% ചുമത്തുമ്പോൾ അവിടുത്തെ മരുന്ന് കമ്പനികളെയാണ് അത് ബാധിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉൽപാദനം കുറവ്, ജനറിക് ഡ്രഗ്സ് കൂടുതലും ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് ചീപ്പായി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ വാങ്ങിച്ച് മരുന്ന് കമ്പനികൾക്ക് വിതരണം ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്ക് അവിടുത്തെ, നമ്മൾ ഇവിടുത്തെ പ്ലാന്റ്, അവിടുത്തെ മറ്റേ ഡ്രഗ്സ് കൺട്രോൾ റെഷീം ഉണ്ടല്ലോ, ഇതൊക്കെ അനുസരിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇപ്പോൾ ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് എന്നൊക്കെ പറഞ്ഞ വലിയ കമ്പനികളൊക്കെ പ്ലാന്റൊക്കെ അതുപോലെ ചെയ്തിരിക്കുന്നതാണ്. കാരണം അവിടെ പരിശോധിക്കുമ്പോഴും അവിടെ നിരോധനം വരരുത് എന്നുള്ള നിലയ്ക്ക്. അപ്പം അവിടുത്തെ 17 പ്രധാനപ്പെട്ട കമ്പനികൾക്ക് ട്രംപ് കത്തയച്ചിട്ടുണ്ട്. അവിടെയും ഈ ഒരു മെഡിക്കെയർ പോലത്തെ പദ്ധതിയുണ്ട്. അങ്ങോട്ട് നിങ്ങൾ മരുന്ന് വില കുറച്ച് തരണം. അപ്പോൾ ഇരട്ട പ്രഹരമാണ് അവിടെ വരാൻ പോകുന്നത്. അവിടെ ഉൽപാദനത്തിനൊന്നുള്ള സ്കോപ്പ് ആ മരുന്ന് കമ്പനികൾക്കില്ല. ഇവിടെ നിന്ന് ചീപ്പായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് വാങ്ങിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഈ 17 മരുന്ന് ഭീമന്മാർ ആഗോളമായിട്ട് അവർക്ക് ഫാക്ടറികളും പ്ലാന്റുകളും ഒക്കെ ഉണ്ട്, അമേരിക്കയിൽ മാത്രമല്ല. അപ്പോൾ അമേരിക്കയിൽ അവർക്ക് കിട്ടുന്ന പ്രഹരം മറ്റ് രാജ്യങ്ങളിലും കൂടിയുള്ള അവരുടെ കച്ചവടത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ജോൺ ബോൾട്ടൺ, ട്രംപിൻ്റെ മുൻ ദേശീയ സുരക്ഷാ സ്റ്റേറ്റ്മെന്റ് വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയോട് കാണിച്ചിരിക്കുന്നത് അമേരിക്കയെ അപകടത്തിൽ കൊണ്ട് ചാടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദശകങ്ങളായി അമേരിക്ക എടുക്കുന്ന ഒരു പ്രയത്നം അത് വെള്ളത്തിലാക്കുകയാണ് ട്രംപ്. ആ പ്രയത്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും പരമാവധി ഇന്ത്യയെ അകറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ സാമാന്യം വിജയിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും കൂടുതൽ അടുക്കുന്ന വിധത്തിലേക്ക് ഇയാൾ ഈ തീരുവ
എന്ന് പറഞ്ഞ മണ്ടത്തരം കൊണ്ടെത്തിച്ചു എന്നാണ് ജോൺ ബോൾട്ടൺ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞിരുന്നത് ഇപ്പം തീരുവ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉൽപ്പന്നത്തിന് തീരുവ എന്ന് പറഞ്ഞാൽ അവിടെയല്ലേ കൊടുക്കുന്നത്. അതെ, അല്ല, എൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങനെ അമേരിക്കയുടെ ബദ്ധവൈരികളായ ഇക്കാലം അത്രയും അമേരിക്ക കണ്ടിന്യൂ ചെയ്തിരുന്ന ആ ഡിസൈൻ അങ്ങ് മാറുക, ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇന്ത്യയെ അകറ്റുക എന്നുള്ള നിലപാടിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രണ്ട് നേതാക്കന്മാരെയും രണ്ട് രാജ്യങ്ങളെയും സ്വീകരിക്കുന്നു. അവർ ചുവന്ന പരവതാനി വിരിക്കുന്നു. അപ്പോൾ കയ്യിൽ നിന്ന് ദീർഘകാലമായി ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന പദ്ധതി പാളിപ്പോകുമ്പോൾ ട്രംപ് ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമോ? അത് ഇന്ത്യക്കെതിരെ മറ്റ് രാജ്യങ്ങളെ ഇപ്പോൾ പ്രോക്സി വാർ എന്ന് പറഞ്ഞ പോലെ ബംഗ്ലാദേശിനെയോ പാകിസ്ഥാനെയോ ഉപയോഗിച്ചിട്ട് അവർക്ക് ആയുധം കൊടുത്ത് പ്രോത്സാഹനം കൊടുത്ത് ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ? ഇന്ത്യയെ ശിക്ഷിക്കുമോ? അതായത് ഇന്ത്യയെ ശിക്ഷിക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നത് ഈ ഷാഡോ വാർ, നിഴൽ യുദ്ധം, അതാണിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും തീരുവ കുറച്ചു. പിന്നെ നമ്മളുമായിട്ടും ഈ കാര്യങ്ങളിൽ കോമ്പറ്റീഷൻ വരുന്ന വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഇതിൻ്റെയൊക്കെ കുറച്ചു. വിയറ്റ്നാം, ഇന്തോനേഷ്യ, ഇതൊക്കെ ഈ അപ്പാരൽ, വസ്ത്രം തുടങ്ങിയ സംഗതി. മാത്രമല്ല, ഈ അപ്പാരലിൻ്റെ കാര്യം പറയുമ്പോൾ ബംഗ്ലാദേശാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപ്പാരൽസ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം. ഇന്ത്യയുടെ 60% വരെ കൂട്ടുമ്പോൾ ബംഗ്ലാദേശിൻ്റെ കുറയ്ക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഗാർമെൻറ്റ്സ്, അപ്പാരൽസിന് നമ്മുടെ മാർക്കറ്റ് ഇല്ലാതാവുന്നു. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ കിറ്റക് സാബു വരെ. സാബു അവരുടെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ ഇറക്കാൻ പോവാണ്. സാബു ജേക്കബ് ഇന്നലെ പറഞ്ഞൊരു ഞെട്ടിക്കുന്ന കണക്കുണ്ട്. 2030, അതായത് 4 വർഷം കൂടെ കഴിയുമ്പോൾ ഇന്ത്യയിലെ ശിശു വസ്ത്ര വിപണി 1.46 ലക്ഷം കോടിയുടേതാണെന്ന്. അതെ, അത് പ്രധാനപ്പെട്ടൊരു വിപണിയാണല്ലോ. കാരണം കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളത് ആ സമയം കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോൾ വില നോക്കില്ല. മാത്രമല്ല, അമേരിക്കയേക്കാൾ 6 ഇരട്ടി ബർത്ത് റേറ്റ് ആണ് ഇന്ത്യയിലുള്ളത്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അത് കോഴിക്കോട്ടെ ഒരു സ്ഥാപനവും വലിയ തോതിൽ ഈ കിഡ്സ് വെയറിൽ ഒരു സാധാരണക്കാരൻ കിഡ്സ് വെയർ ഉണ്ടാക്കി ഉയർന്നു വന്നു. പ്രത്യേകിച്ച് ആ കുട്ടികൾക്കുള്ള ഡയപ്പേഴ്സൊക്കെ ഇല്ലേ, ആ ഡയപ്പേഴ്സ് മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം വലിയ തോതിൽ കോഴിക്കോട് നിന്ന് വളർന്നു വന്നിട്ടുണ്ട്. നല്ലൊരു മേഖലയാണ് ഈ അപ്പാരൽ, തുണിയുണ്ട് ഈ കൂട്ടത്തിൽ. ടെക്സ്റ്റൈൽസ് ഈ പരോക്ഷ യുദ്ധം എന്ന് സാറ് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ റൈസിന്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തിരിവ് കൂട്ടി. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ പാകിസ്ഥാൻ ബസ്മതി റൈസിന് വലിയ സാധ്യത, ഇന്ത്യൻ അരിക്ക് കുറയും, താരിഫ് കൂടും, പാകിസ്ഥാന് കൂടുതൽ സാധ്യതയാണ്. അപ്പോൾ അമേരിക്കയും ബംഗ്ലാദേശിനെയും പരോക്ഷമായി സഹായിക്കാനാണ് ഈ താരിഫിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ അയൽവക്കത്ത് മുഴുവൻ ട്രംപ് കയറി പണിതുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന് പണിയാൻ പറ്റാത്ത ഒരു രാജ്യമാണ് ചൈന. ചൈനയുമായിട്ട് എത്രമാത്രം നമുക്ക് അടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. പക്ഷേ അവർ കാർട്ടൂണും ചിത്രങ്ങളും ഒക്കെ വരച്ച്, അതെന്താണെന്ന് വെച്ചാൽ ചൈന കുറേ കാലമായിട്ട് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അതെ, വി ആർ സിവിലൈസേഷണൽ കൺട്രീസ്, നേഷൻസ് എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ അവർക്ക് പറയാവുന്ന ബുദ്ധമതമാണല്ലോ, അതൊക്കെ പറയും. അതിൻ്റെ കൂടെ ഈ ബുദ്ധക്ഷേത്രങ്ങളൊക്കെ അത്യാവശ്യം പുനരുദ്ധരിക്കുന്നൊക്കെ ഉണ്ട് അവിടെ ചില മേഖലകളിലൊക്കെ. പക്ഷെ നമുക്ക് എപ്പോഴും ഈ ദലൈലാമ ഇവിടെ ഇരിക്കുവോളം ഇതിങ്ങനെ ഒരു കരടായിട്ട്. ദലൈലാമയെ നമ്മുടെ തലയെ കൊണ്ടുവച്ചത് അമേരിക്കയാണ്. ആണ് കൊണ്ടുവച്ചത്. അവിടെ നിന്ന് കടത്തി ഇവിടെ കൊണ്ടുവന്ന് നെഹ്റുവിനോട് ചോദിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ആ മറ്റേ കലാപത്തിലും ഒക്കെ, ടിബറ്റിൽ നടന്ന കലാപത്തിലും ഒക്കെ സഹായിച്ചതും ഒക്കെ ആണ്. അപ്പോൾ ഇവർക്ക് ചൈനയ്ക്ക് ഇവിടെ നിക്ഷേപിക്കാൻ വലിയ താല്പര്യമുണ്ട്. പക്ഷെ ചൈനയ്ക്ക് 51% വേണം എന്നുണ്ടായിരുന്നു. ചൈന ഇതിപ്പോൾ 26% എന്ന് പറഞ്ഞ് ടാറ്റയായിട്ടും വലിയ കമ്പനികളുമായിട്ടൊക്കെ സഹായിക്കാൻ. പക്ഷെ മറ്റേ നേരത്തെ സംഘർഷം ഉണ്ടായല്ലോ, ഗാൽവാൻ. ആ സംഘർഷത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പുകൾ മുഴുവൻ ഇവിടെ ചൈനയുടെ ആപ്പുകൾ എടുത്ത് ടിക്ടോക്ക് ഉൾപ്പെടെ. അതുപോലെ നമ്മുടെ ഇവിടെ ഈ ബിഗ് ബാസ്ക്കറ്റൊക്കെ പോലെ ഉള്ള വലിയ ചെയിനുകളുണ്ടല്ലോ, മാളുകളും അങ്ങനത്തെ, ഇതിൻ്റെ അകത്ത് 10% എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനി വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചൈന ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ യൂണിക്കോൺ ആവുമല്ലോ. 100 കോടി ആകുമ്പോൾ യൂണിക്കോൺ എന്ന് പറയും. ഇങ്ങനെ കുറേ യൂണിക്കോണിനെ ഇവിടെ
അതായത് നമ്മൾ വലിയ കമ്പനികളിൽ നിക്ഷേപിക്കാൻ ചൈനയെ അനുവദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചെറിയ ചൈന സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. ഡൽഹിയിൽ വന്നൊരാൾ താമസിക്കാനും ഒക്കെ തുടങ്ങി. പാർട്ടി അതും നമ്മളെ ഈ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇത്തരം ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടു, പൂട്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഹുവാവേ എന്ന് പറഞ്ഞ പോലത്തെ മൊബൈൽ കമ്പനികളും ഒക്കെ ഇല്ലേ, IT കമ്പനികൾ. അപ്പോൾ നമ്മൾ ഈ ചൈനയെ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ചൈന ആരുടെ കൂടെ എപ്പോൾ നിൽക്കും അത് 1960 ജിയോ പൊളിറ്റിക്സിൽ നിതാന്ത ശത്രുക്കളും നിതാന്ത മിത്രങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ റഷ്യയെ വിശ്വസിക്കുന്നത് പോലെ ചൈനയെ വിശ്വസിക്കുന്നു. പക്ഷേ മോദി എന്താ ഒന്നും പറയാത്തതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നല്ലോ. മോദി എത്ര മനോഹരമായിട്ടാണ് മറുപടി പറയുന്നത്. മോദി ആകെ പറഞ്ഞത് ഞങ്ങൾ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നുള്ള വാചകം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ട്രംപ് തെറി പറയുന്നത് പോലെ എഫ് തുടങ്ങുന്ന വാക്കൊക്കെ ഉണ്ടല്ലോ, ഇത് മോദിയുടെ സംസ്കാരമല്ല. അതുകൊണ്ട് മോദി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇത് ചൈനയിലേക്കുള്ള യാത്ര നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ നമ്മൾ ക്യാൻസൽ ചെയ്യാറുമുണ്ട്. ഈ SCO ഷാങ്ഹായിലൊക്കെ ശേഷം നമ്മൾ പോയിട്ടില്ല, ഉച്ചകോടിയിൽ നമ്മൾ പോകാറില്ല ഗാൽവാൻ സംഘർഷത്തിന് ശേഷം. പക്ഷെ ഇത്തവണ പോകും. ഇപ്പോൾ ധോവില് അവിടെ ചെന്നത് ജയശങ്കർ ഈ മാസം അവസാനം ചെല്ലുന്ന ഇത് മുഴുവൻ സന്ദേശങ്ങളാണ് ട്രംപിന്. ഇനി ട്രംപ് മറ്റേ ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുമോ എന്ന് ചോദിച്ചല്ലോ. കേണൽ ഗദ്ദാഫിയെ നമ്മൾ ഓർമ്മിക്കണം, സദ്ദാം ഹുസൈനെ ഓർമ്മിക്കണം, ഇങ്ങനെ ഈ വേണ്ടി വന്നാൽ ഷെയ്ഖ് ഹസീനയെ ഓർമ്മിക്കണം, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ. അതല്ല, നമ്മൾ ആ അവസ്ഥയിലല്ലല്ലോ. നമുക്ക് തിരിച്ചാലോചിക്കാമല്ലോ. നമുക്ക് ട്രംപിനെ എന്തുകൊണ്ട് അട്ടിമറിച്ചുകൂടാ? ട്രംപിൻ്റെ 22 ലക്ഷം കോടി രൂപയാണ് കടം അമേരിക്കയുടെ. ഇതിൻ്റെ അകത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രഷറി ബോണ്ടുകൾ അമേരിക്കയുടേത് വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. ചൈനയും ജപ്പാനുമാണ് ഏറ്റവും കൂടുതൽ. ചൈന ട്രഷറി ബോണ്ടുകളിൽ നിന്ന് വിത്ഡ്രോ ചെയ്യണമെന്ന് മോദി ഇടയ്ക്കിടയ്ക്ക് ഷിയോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അമേരിക്ക നമ്മുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യും. കടത്തിന് മേൽ കടമായിട്ടാണ് അമേരിക്ക നിൽക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ഈ പറയുന്ന വൻശക്തിയൊന്നുമില്ല. സാർത്ര ഇല്ലേ, റാങ് പോൾ സാർത്ര, ഫ്രഞ്ച് എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിയ ഒരു നാടകമുണ്ട്, റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്, ആദരണീയ വേശ്യ, മാന്യയായ വേശ്യ എന്ന് പറഞ്ഞിട്ട്. ഇതെൻ്റെ സുഹൃത്ത് TM എബ്രഹാം മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ ഞാനാണ് അവതാരിക എഴുതിയത്. ഇത് അമേരിക്കയെ ഈ പറയുന്ന പോലെ മാന്യയായ വേശ്യയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു നാടകമാണ്. കറുത്ത വർഗക്കാരോട് സായിപ്പ് വളരെ മോശമായിട്ട് പെരുമാറുന്നതും ഒക്കെയാണ് ഇതിൻ്റെ അകത്തെ കഥാപാത്രം. അപ്പോൾ ഇതാണ് ട്രംപിൻ്റെ ബാക്കി കഥകളൊക്കെ ധാരാളം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ടതും അവിടെ നടന്ന രതിക്രീഡകളും ഒക്കെ ഇപ്പോൾ അവിടുത്തെ പത്രങ്ങൾ അച്ചടിച്ച് തുടങ്ങി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സോറോസ് ട്രംപിൻ്റെ കൂടെയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സോറോസിൻ്റെ പത്രങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലും വരുന്നത്. ഇപ്പോൾ പൊതുവെ അമേരിക്ക കാണുന്നത് ഈ മനസ്സിന് കുഷ്ഠം ബാധിച്ച ഒരു മനോരോഗിയാണ് ട്രംപ് എന്നുള്ള വിധത്തിലാണ് ട്രംപിനെ. ഞാനൊരു വീഡിയോ കണ്ടു, ഈ അമേരിക്കൻ സെനറ്റർമാർ റിപ്പബ്ലിക്കൻസും ഉണ്ട് ഡെമോക്രാറ്റ്സും ഉണ്ട്, രണ്ടു കൂട്ടരും ഒരേപോലെ ട്രംപിൻ്റെ താരീഫിനെ എതിർത്ത് സംസാരിക്കുന്ന വീഡിയോ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഈ കോൺഗ്രസ്സിലുമൊക്കെ പ്രതിനിധികളുമൊക്കെ ഇപ്പോൾ ഇത് വലിയ പുലിവാല്. കാരണം ഈഗോയും റിയൽ എസ്റ്റേറ്റ് കച്ചവടവും പിന്നെ ഈ ആരോഗ്യത്തിനെ പറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ട്രംപിന്റെ ശരീരഭാഷ, ഒരു കൈയുടെ പ്രശ്നം ഒക്കെ പറയുന്നുണ്ട്. അതെ, നമ്മുടെ പോക്കറ്റിൽ തന്നെ പേന വെച്ചിട്ട് പേന എവിടെ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ സ്വഭാവ. ബൈഡന് സംഭവിച്ചത് ട്രംപിന് സംഭവിക്കുന്നുണ്ട്. നേരെ മുമ്പിൽ നിൽക്കുന്ന ആളെ കാണാതെ പുറകിലേക്ക് നോക്കിയിട്ട് ആ രാമൻകുട്ടി എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്രംപ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. മുമ്പിലുണ്ട് രാമൻകുട്ടി, പക്ഷെ പുറകോട്ട് തിരിഞ്ഞിട്ട് എവിടെ രാമൻകുട്ടി എന്ന് ചോദിക്കുന്നതായിട്ടുമൊക്കെ നടത്തത്തിൽ കുഴപ്പമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ നടത്തത്തിൽ കുഴപ്പം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് CJ തോമസിനെയും സ്വാതി തിരുനാളിനെയാണ്. രണ്ടുപേർക്കും ഒരേ അസുഖമാണെന്ന് ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ K രാജശേഖരൻ നായർ പിൽക്കാലത്ത് ഇവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ്.
അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം ഈ റോഡ് അളന്ന് നടക്കുക എന്ന് പറയില്ലേ, കള്ളുടിയന്മാർ നടക്കുന്ന പോലെ നടക്കുന്ന, ഇങ്ങനെയാണ് ഇപ്പോൾ ട്രംപ് നടക്കുന്നത്. അത് മാത്രമല്ല, വലിയൊരു നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് വരാത്തൊരു കാര്യമുണ്ട്. ഈ മാഗ എന്ന് പറയുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞൊരു സംഘടനയാണല്ലോ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ബലം. അതിൻ്റെ അടുത്ത നേതാവ് ആരാണെന്നൊരു ചോദ്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചു. JD വാൻസ് ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ JD വാൻസ് മിടുക്കനാണ്, പക്ഷേ ഇപ്പോൾ പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് പിൻഗാമി JD വാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപിന് ഒരു തേർഡ് ടേം കൂടെ വേണം, അതിനുവേണ്ടി ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള ഒരു റെസൊല്യൂഷൻ കിടപ്പുണ്ട് കോൺഗ്രസ്സിൽ. അതൊക്കെ വിട്ടിട്ട് എൻ്റെ ടൈം കഴിയുകയാണ്, അടുത്ത് വാൻസ് ആണ് എന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വാൻസിനെ മോസ്കോയിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ അലാസ്കയില് അതിനു മുമ്പ് പുടിനുമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊക്കെ. പിന്നെ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഒരു വലിയ നൃത്തശാല ബോൾ റൂം വൈറ്റ് ഹൗസിൽ പണിയാൻ പോകുന്നു. 2029 ഇയാൾ പോകുമ്പോൾ പണി തീരും ഇന്നിപ്പോൾ വാർത്തയിലുണ്ട്. മറ്റേ 3-ാം മുഴം വരികയാണെങ്കിൽ ഒരുപാട് നൃത്തം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വൈറ്റ് ഹൗസിൽ വലിയൊരു നൃത്തശാലയും ഇയാൾ പണിയാൻ പോകുന്നു എന്ന് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വശപ്പശകാണ്. ഏതായാലും ട്രംപ് മോദിയെ അട്ടിമറിക്കുമോ, മോദി ട്രംപിനെ അട്ടിമറിക്കുമോ എന്നതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത. രണ്ട് സാധ്യതയിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും നടക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്രംപ് വിടുവായനാണ്. അതെ, മോദി എന്താണ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല, രാജ്നാഥിന് പോലും അറിയില്ല. മാത്രമല്ല അതേപോലെ ഒരു ആൾ അപ്പുറത്തുമുണ്ട്, റഷ്യയിൽ പുടിനുമുണ്ട്. ആ പുടിനും മോദിയും കൂടെ ചേരുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതായി ഒന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.